ഹായ് കൂട്ടുകാരെ, പ്ലേ സ്കൂൾ ലെവലുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്. അർഹാമോയുടെ ഒരു പെർഫോമൻസ് കാണാം. ലൈറ്റൊക്കെ വെച്ച് കളർഫുള്ളാക്കിയതാണ്, പക്ഷേ വെയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കാർഡ്ബോർഡ് വെച്ച് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ കുഞ്ഞിനെ ദേഹത്തൊക്കെ കൊണ്ടു ചേർന്നതുകൊണ്ട് അതങ്ങ് മാറ്റി. ഇതെടുത്തേക്കുന്ന ഫ്ലെക്സാണ്. ഫ്ലെക്സ് ഞാൻ ഒരു ഉടുപ്പ് പോലെ വെട്ടിയെടുത്തിട്ട് സൈഡിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ മേടിച്ച് വെച്ചേക്കാണ്. അത് സ്റ്റാപ്ലർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് ഊരിയെടുക്കാനും ഇടാനും പറ്റുന്നുണ്ട്. അടുത്ത നമ്മൾ ഈ വെട്ടിയെടുത്ത ഭാഗം ഈ സിൽവർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. പല കളറുള്ള പേപ്പറുകളുണ്ട്, ഗോൾഡന്, ഗ്രീന്. ഞാൻ സിൽവറും എല്ലാ പേപ്പറും കുറച്ച് മേടിച്ചിട്ടുണ്ട്. സിൽവർ പേപ്പർ നന്നായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൈയാണ്. കൈയുടെ ഭാഗത്തെല്ലാം ഓരോ പീസ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ കൈയുടെ ഭാഗമെല്ലാം അടുത്ത് ഞാൻ എടുക്കുന്നത് ഗോൾഡൻ പേപ്പറാണ്. പക്ഷെ നന്നായിട്ട് ആ ഭാഗങ്ങളെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഗോൾഡൻ പേപ്പർ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മിച്ചമുള്ള ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്തതിന് ബോർഡറാണ്. ബോർഡർ നമ്മൾ ചെറുതായിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പശ തേച്ച് ഒട്ടിക്കുകയാണ്. സൈഡിലെ ബോർഡറെല്ലാം ഞാൻ വെച്ചു. കഴുത്തിൻ്റെ ഭാഗത്ത് ഞാൻ നീല ബോർഡറാണ് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഞാൻ നീല വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഈസിയായിട്ട് ഇത് എടുക്കാൻ പറ്റും. കുഞ്ഞിനെ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ദേഹത്ത് ഇത് ഇടാൻ പറ്റും. അതുകൊണ്ട് ദേഹത്തൊന്നും കൊണ്ടു കയറത്തില്ല. കയ്യിലും കാലിലും ഇടാനുള്ള റൗണ്ടാണ്. അവിടെ കൈയുടെയും കാലിൻ്റെയും വണ്ണത്തിലുള്ള തുടയിലെയും വണ്ണത്തിലുള്ള റൗണ്ടാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. അതിൽ നന്നായിട്ട് ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ റോസ് ഭാഗം നമ്മൾ ഷോൾഡർ ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന LED ആണ്. കടകളിൽ ഒരു പീസിൻ്റെ വില ഏകദേശം 50 രൂപയാണ്. ഞാൻ ഇതുപോലത്തെ ഒരു 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. അത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൽവർ കളറായതുകൊണ്ട് പെട്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ എഡ്ജ് വഴിയെല്ലാം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ അറിയത്തില്ല. നടുക്ക് ഭാഗത്ത് മാത്രമേ നമുക്ക് അങ്ങനെ അത് വെച്ചേക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ സൈഡിൽ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് അതിൻ്റെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു സിൽവർ പേപ്പർ വെച്ച് അതും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 LED ആണ് ഞാനവിടെ ആ ഉടുപ്പിന് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയാണ് ലൈറ്റ് ഞാൻ അങ്ങനെ പിടിപ്പിച്ചേക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ക്രമീകരിക്കാം. അത് കാണുന്നതിനൊരു രസം. അതിനുവേണ്ടി നമ്മുടെ കുപ്പിയുടെ അടപ്പുകൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഗ്ലൂ ഗണ്ണ് വെച്ച് പതുക്കെ റൗണ്ടിൽ അവിടെ സെറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട്
ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഇന്ന് ഓൺലൈൻ വഴിയെല്ലാം നമുക്ക് സുലഭമാണ്. കുട്ടികളുടെ ഫാൻസി ഡ്രസ്സ് എന്ത് വേണമെങ്കിലും പറയുന്ന ഐറ്റം നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് കിട്ടും. പക്ഷേ ഇതൊരു നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞ് നമ്മളുണ്ടാക്കിയ ഒരു ഐറ്റം ഇട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ്. ഈ പല നിറത്തിലുള്ള സ്വിച്ചുകൾ കാണുമ്പോഴും കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം തോന്നും. അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ ഒരു സ്വിച്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത റോബോട്ടിന് വേണ്ട ഒരു പ്രധാന ഐറ്റമാണ് അതിൻ്റെ ബൂട്ട്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടായിരുന്നത് ഒരു ചെരുപ്പാണ്. അതിൽ പശ തേച്ചിട്ട് സിൽവർ ഗിൽറ്റ് ഇടുകയാണ്. അപ്പോൾ 2 ചെരുപ്പിലും ഞങ്ങളിങ്ങനെ സിൽവർ ഗിൽറ്റ് ഇട്ട് അതൊരു ചെറിയൊരു ബൂട്ട് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വശം മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഫ്രണ്ട് മാത്രമേ ഇത് കാണത്തുള്ളൂ. കൂട്ടുകാരെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും കാണാം. ബായ്.